നമസ്കാരം, രുചികോട്ട ലോകത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാൻ ചോറിൻ്റെ കൂടെ കൂട്ടാൻ പറ്റിയ ഒരു ഒഴിച്ചുകറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. പച്ചമാങ്ങ വെച്ചൊരു ഒഴിച്ചുകറി. വളരെ സ്വാദിഷ്ടമായ പച്ചമാങ്ങ കറി എങ്ങനെ തയ്യാറാക്കാമെന്ന് നമുക്കൊന്ന് നോക്കി വരാം. അപ്പോൾ മാങ്ങാക്കറിക്ക് വേണ്ടിയിട്ട് ഞാനൊരു 3 വലിയ മാങ്ങയാണ് എടുത്തിരിക്കുന്നത്. ഇതിപ്പോൾ ഒരു കപ്പ് മാങ്ങ ഈ ഒരു കഷ്ണത്തിൽ ഈ ഒരു വലുപ്പത്തിൽ കഷ്ണങ്ങളായിട്ട് മുറിച്ച് വെച്ചിരിക്കുകയാണ്. 3/4 ടീസ്പൂൺ മഞ്ഞൾ വേണം, ആവശ്യത്തിന് ഉപ്പ്, ഞാനിപ്പോൾ ഇത് കല്ലുപ്പാണ് എടുത്തിരിക്കുന്നത്, 4 പച്ചമുളക് നെടുക കീറിയത്, കറിവേപ്പില, ഒരു സവാളയുടെ പകുതി എടുത്തിട്ട് ഇങ്ങനെ നേരിയതായിട്ട് അരിഞ്ഞത്, അരപ്പിന് വേണ്ടി 1/2 കപ്പ് തേങ്ങ ചിരകിയത്, 1/2 ടീസ്പൂൺ ജീരകം, താളിക്കാൻ വേണ്ടി കടുക് വേണം, അതുപോലെ 2 വറ്റൽമുളക്, ഒരു 1/4 ടീസ്പൂൺ ഉലുവ. ഞാനിത് ചട്ടിയിലാണ് ഉണ്ടാക്കുന്നത്. അതിനുവേണ്ടി ഇതിലോട്ട് മാങ്ങ ഇട്ട് കൊടുക്കുകയാണ്. അതുപോലെ സവാള ഇട്ട് കൊടുക്കാം, പച്ചമുളക്, കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം, ഉപ്പ്, കല്ലുപ്പാണ് ഇട്ടിരിക്കുന്നത്, മഞ്ഞൾപ്പൊടി. ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരല്പം വെള്ളം ഒഴിച്ചിട്ട് വേവിച്ച് കൊടുക്കുകയാണ്. കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി സ്റ്റവ് ഓൺ ചെയ്യാണ്. സ്റ്റവ് ഓൺ ചെയ്ത് തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം. മാങ്ങ വേവുന്ന സമയം കൊണ്ട് അരപ്പുണ്ടാക്കുകയാണ്. അതിനുവേണ്ടി തേങ്ങ, അതുപോലെ തന്നെ ജീരകം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരിത്തിരി മഞ്ഞൾ, ഒരു പൊടി മഞ്ഞളും ചേർക്കാം. ഇതിലോട്ട് വെള്ളവും ചേർത്തിട്ട് അരക്കുകയാണ്. നന്നായിട്ട് പേസ്റ്റായിട്ട് അരച്ചെടുക്കാം. ഇതിപ്പോൾ മാങ്ങയൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ അരപ്പ് ചേർക്കുകയാണ്. ഇപ്പോൾ തേങ്ങ അരച്ചത് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുകയാണ്. ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളവും ചേർക്കാം. ഇനി ഇതൊന്ന് തിളച്ച് വരണം. ഇതിപ്പോൾ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. മാങ്ങയ്ക്ക് നല്ല പുളിയാണ്, അതിൻ്റെ ഒരു പുളിയുണ്ട് കറിക്ക്. ഇനി നമ്മൾ ഇതിലോട്ട് വറുത്തിടാൻ പോവാണ്. പാൻ ചൂടായി വരുമ്പോൾ ഇതിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി കടുകിട്ട് കൊടുക്കുകയാണ്. വറ്റൽമുളക്, ഉലുവ ചേർക്കുകയാണ്, കറിവേപ്പില ഇട്ട് കൊടുക്കാം. അങ്ങനെ പച്ചമാങ്ങ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റുള്ള, നല്ല പുളിയുള്ളൊരു കറിയാണ്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഇത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് എങ്ങനെയുണ്ടെന്ന് തന്നെ അറിയിക്കണം. അടുത്ത റെസിപ്പിയുമായി കാണുന്നത് വരെ ബൈ.